പശുവിനെ കടത്തിക്കൊണ്ടു പോകുന്നു എന്ന് ആരോപിച്ചാണ് നേരത്തെ തല്ലിക്കൊന്നിരുന്നുവെങ്കിൽ ഇനി നിങ്ങൾ ഒരു മുട്ട കൈവച്ചാൽ പോലും തല്ലിക്കൊല്ലുന്ന രാജ്യമായി നമ്മുടെ രാജ്യം മാറിയിരിക്കുകയാണ്. ഇന്നലെ വരെ പശു ആയിരുന്നെങ്കിൽ ഇന്നത് എന്തായി മാറി? കോഴിമുട്ടയായി മാറി. ഉത്തർപ്രദേശിൽ ഒരു വിവാഹം നടന്നു. ആ വിവാഹത്തിൽ ബീഫ് വിളമ്പിയതിന്റെ പേരിൽ കല്യാണ ചെറുക്കനെ അറസ്റ്റ് ചെയ്തു, കല്യാണ ഓഡിറ്റോറിയത്തിന്റെ ഉടമസ്ഥനെ അറസ്റ്റ് ചെയ്തു, കല്യാണ പെണ്ണിനെ അറസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉത്തർപ്രദേശിൽ ഒരു വിവാഹം നടന്നു. അവിടെ ആ വിവാഹത്തിൽ ബീഫ് വിളമ്പിയതിന്റെ പേരിൽ കല്യാണ ചെറുക്കനെ അറസ്റ്റ് ചെയ്തു, കല്യാണ ഓഡിറ്റോറിയത്തിന്റെ ഉടമസ്ഥനെ അറസ്റ്റ് ചെയ്തു, കല്യാണ പെണ്ണിനെ അറസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം ബംഗാളിലുണ്ടായി. ബംഗാളിൽ അവിടെ ഉച്ചഭക്ഷണത്തിൽ വെജിറ്റേറിയൻ ഇസ്കോണിനെ ഏൽപ്പിച്ചുകൊണ്ട് സമ്പൂർണ്ണമായി വെജിറ്റേറിയൻ ഭക്ഷണക്രമം ഇപ്പോൾ ബംഗാൾ സർക്കാർ ആവിഷ്കരിച്ചിരിക്കുകയാണ്. കോഴിമുട്ട ഭക്ഷണത്തിൽ നിന്ന് സമ്പൂർണ്ണമായിട്ട് ഒഴിവാക്കി. അപ്പോൾ ഇനിയും സംഭവിക്കുന്നത് പശുവിനെ കടത്തിക്കൊണ്ടു പോകുന്നു എന്ന് ആരോപിച്ചാണ് നേരത്തെ തല്ലിക്കൊന്നിരുന്നുവെങ്കിൽ ഇനി നിങ്ങൾ ഒരു മുട്ട കൈവച്ചാൽ പോലും തല്ലിക്കൊല്ലുന്ന രാജ്യമായി നമ്മുടെ രാജ്യം മാറിയിരിക്കുകയാണ്. ഇന്നലെ വരെ പശു ആയിരുന്നെങ്കിൽ ഇന്നത് എന്തായി മാറി? കോഴിമുട്ടയായി മാറി. അപ്പോൾ കോഴിയെ കൈവച്ചാൽ മാത്രമല്ല, കോഴിമുട്ട കൈവച്ചാൽ പോലും തല്ലിക്കൊല്ലപ്പെടുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഹോട്ടലിൽ ചെന്ന് ഇനി ഓംലേറ്റോ ഒന്നും ഓർഡർ ചെയ്യാൻ കഴിയാത്ത രാജ്യമായി നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും സാമ്പാറും അവിയലും കഴിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു ഹീനമായ പച്ചക്കറി രാഷ്ട്രീയത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ മാറ്റിക്കൊണ്ടു പോവുകയാണ്. നമ്മൾ ഈ വേദ ഇതിഹാസ പുരാണ പാഠങ്ങളെല്ലാം തന്നെ പരിശോധിച്ചാൽ അറിയാം. ആ പുരാണ ഗ്രന്ഥങ്ങളിലും ഇതിഹാസങ്ങളിലും വേദങ്ങളിലും ഒക്കെ തന്നെ എല്ലാവരും അല്ലെങ്കിൽ ആര്യന്മാർ എന്നറിയപ്പെടുന്നവർ പച്ചക്കറി കഴിച്ചിട്ടാണോ ജീവിച്ചിരുന്നത്? ഒന്നുമല്ല. അങ്ങനെ വിപുലമായ പച്ചക്കറി കൃഷിയെ പറ്റിയുള്ള പരാമർശങ്ങളൊന്നും തന്നെ ഋഗ്വേദത്തിലില്ല. കാരണം പശുപാലന വ്യവസ്ഥയുമായി നടന്നിരുന്ന ആര്യന്മാർ അവരുടെ ജീവിതാനുഷ്ഠാനങ്ങളിൽ വിപുലമായ കൃഷിയെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളൊന്നും തന്നെ ഋഗ്വേദത്തിൽ പോലും നമുക്ക് കാണാൻ കഴിയില്ല. അതിനു മുമ്പ് രചിക്കപ്പെടുന്ന ബൃഹദാരണ്യോപനിഷത്ത്, ഏറ്റവും പ്രാചീനമായ ഉപനിഷത്തുകളിലൊന്നാണ് ബൃഹദാരണ്യോപനിഷത്ത്. ആ ബൃഹദാരണ്യോപനിഷത്തിൽ ഒരു പരാമർശമുണ്ട്. അതിങ്ങനെയാണ്: അധയൈച്ഛേത് പുത്രോ മേ പണ്ഡിതോ വിഗീതഃ സമിതിംഗമഃ ശുശ്രൂഷിതാം വാചം ഭാഷിത ജായേത സർവാത് വേദാൻ അനുബ്രുവീത സർവമായുരുതിഥി മാംസൗദനം പാചയിത്വ സർപ്പിഷ്മന്തമശ്നീയാതമീശ്വരൗ ജനയിതാവ ഔക്ഷേണ വാർഷഭേണ വാ എന്ന് ബൃഹദാരണ്യോപനിഷത്ത് 6-ാം അധ്യായം 4:18 പറയും. അതായത് അനന്തരം തനിക്ക് പണ്ഡിതനും പ്രഖ്യാതനും പ്രഗത്ഭനും ശ്രവണസുഖപ്രദായമായ വാക്കിന് സംസാരിക്കുന്നവനും എല്ലാ വേദങ്ങളും പഠിച്ചവനും പൂർണ്ണായുസുമായ പുത്രൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവൻ മാംസം ചേർത്ത് ചോറുണ്ടാക്കി വെച്ച് വെണ്ണയും ചേർത്ത് ഭാര്യയും ഭർത്താവും കൂടെ കഴിക്കണം എന്നാണ് ബൃഹദാരണ്യോപനിഷത്തിൽ പറയുന്നത്. അപ്പൊ നല്ല കുട്ടികളുണ്ടാകണമെങ്കിൽ എന്ത് വേണമെന്നാണ് ബൃഹദാരണ്യോപനിഷത്ത് പറയുന്നത്? ഭാര്യയും ഭർത്താവും കൂടെ നല്ല മാംസം വെണ്ണയും ചേർത്ത് ചോറുണ്ണാൻ.